ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2003 നടന്ന മുത്തങ്ങ കലാപത്തെ ആസ്പദമാക്കി ഇറങ്ങിയ നരിവേട്ട എന്ന മൂവിയാണ്. മൂവിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് 2003 നവംബർ മാസമാണ്. ആരെയോ അന്വേഷിച്ച് കുറച്ച് പോലീസുകാർ ഒരു ബസ്സിൽ കയറിയിട്ടുണ്ട്. എന്നാൽ അവർ കാണാതെ ബസ്സിൽ നിന്നും ആ വ്യക്തി രക്ഷപ്പെട്ടിരിക്കുന്നു. അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ അയാളുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അത് നമ്മുടെ നായകനായ വർഗീസിന്റെ ഫോട്ടോ ആയിരുന്നു. ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് അവൻ മുങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാര് മേലുദ്യോഗസ്ഥരെ വിളിച്ചു പറയുന്നു. അവൻ മിക്കവാറും കാട്ടിലേക്ക് കയറിയിട്ടുണ്ടാകുമെന്ന് ആ ഉദ്യോഗസ്ഥൻ അവരോട് പറയുന്നു. അങ്ങനെ ഇവർ വീണ്ടും സെർച്ച് ചെയ്യാൻ ആരംഭിച്ചു. ആ ടൈമിൽ തന്നെ ഇവർ അന്വേഷിച്ചുകൊണ്ടിരുന്ന നമ്മുടെ വർഗീസ് ആകട്ടെ വഴിയിൽ കണ്ടൊരു വണ്ടിയിൽ ലിഫ്റ്റ് ചോദിച്ച് അതിന്റെ ബാക്കിൽ കടന്നു പോവുകയാണ്. കുറച്ചു ദൂരം മുന്നോട്ട് പോകുമ്പോൾ ഈ പോലീസുകാര് ആ വണ്ടിയുടെ പിറകെ വരുന്നുണ്ട്. എന്നാൽ അവരവിടെ എത്തുമ്പോഴേക്കും അവൻ ആ വണ്ടിയിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നു. ഇവർ പിറകെ പോയി ഒരിടത്ത് വെച്ച് ഇവനെ പിടികൂടുകയും ചെയ്യുന്നു. എന്നാൽ അവൻ അവരെ എല്ലാം അടിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും ഒരുപാട് പോലീസുകാർ വന്നിട്ട് ഇവനെ പിടിച്ചുകൊണ്ടു പോവുകയാണ്. അവരടിച്ചടിയിൽ അവന്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു. ഒരു ഗോഡൌണിലൂടെ പോലീസുകാർ വർഗീസിനെ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. അത് അവിടെ നിന്നും 2 വർഷം പിന്നിലേക്ക് പോവുകയാണ്. വയനാട്ടിലെ ഒരു ആദിവാസി സമൂഹത്തെ കാണിക്കുന്നുണ്ട്. ആ ആദിവാസികളെല്ലാം തന്നെ അവിടെയുള്ള വലിയ ആൾക്കാരുടെ വീട്ടില് ജോലി ചെയ്ത് അവര് തരുന്ന ചെറിയ ശമ്പളത്തില് ജീവിക്കുന്നവരായിരുന്നു. ഇയാളുടെ പേര് താമി എന്നാണ്. അവൻ മരങ്ങളിലൊക്കെ കയറി തേനി ശേഖരിക്കുമായിരുന്നു. അവന്റെ കൂടെ എപ്പോഴും അവന്റെ നായയുണ്ടാകും. എന്നാൽ അവൻ ചെയ്യുന്ന ജോലിക്കുള്ള കൂലി ഒരിക്കലും ആരും അവന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ആൾക്കാർക്ക് വേണ്ടിയെല്ലാം പോരാടുന്ന അവരുടെ നേതാവ് CK ശാന്തി എന്ന് പറയുന്ന സ്ത്രീയെ നമ്മളെ കാണിക്കുന്നുണ്ട്. താമി പിന്നീട് ജോലി ചെയ്യുന്ന സ്ഥലത്തു കൂടി നടന്നു പോകുന്ന വഴിക്ക് തറയിൽ കിടന്ന 2 അടയ്ക്ക എടുത്തുകൊണ്ട് പോകുന്നു. അത് കണ്ടുകൊണ്ടുവന്ന അവന്റെ മുതലാളിയും കൂട്ടരും ആകട്ടെ അവനെ അതിന്റെ പേരിൽ ഒരുപാട് വഴക്ക് പറയുകയും അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. 2 അടയ്ക്ക മോഷ്ടിച്ചെന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു ചെല്ലുകയാണ്. എന്നാൽ 2 അടയ്ക്കയുടെ പേരിൽ ഇവനെ ഇവിടേക്ക് കൊണ്ടുവന്നതിന് സ്റ്റേഷനിലുള്ള പോലീസുകാരൻ അതിന്റെ കാശ് അവർക്ക് കൊടുക്കാമെന്ന് പറയുന്നു. കാശൊന്നും വേണ്ട, ഇവന്റെ പേരിൽ കേസെടുക്കണമെന്നും ഇന്ന് 2 മോഷ്ടിച്ചെങ്കിൽ നാളെ ഇതിൽ കൂടുതൽ മോഷ്ടിക്കുമെന്നും അങ്ങനെ പണിയെടുക്കുന്ന സ്ഥലത്തുനിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നഷ്ടം വരില്ല എന്നൊക്കെ അവർ പറയുന്നു. മോഷണത്തിന്റെ പേരിൽ കേസെടുക്കുകയാണെങ്കിൽ ഇവനെ നിങ്ങൾ തല്ലിയതിന്റെ പേരിലും കേസെടുക്കണമെന്ന് ആ പോലീസുകാർ പറയുകയാണ്. പിന്നെ കോടതി എന്ന് പറഞ്ഞ് കയറി ഇറങ്ങേണ്ടി വരും. അത് കേട്ടതോടുകൂടി അവരും നടങ്ങി. കേസൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങിയായിരുന്നു. ആ സമയത്താണ് ശാന്തി ഇവനെ ഇറക്കാൻ അവിടേക്ക് വരുന്നത്. കേസെടുക്കാത്ത കാരണം അവനെ കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളാൻ പോലീസുകാരും പറഞ്ഞു. അങ്ങനെ ശാന്തി അവിടെ നിന്നും താമിയും കൂട്ടിപ്പോയി. സ്വന്തമായിട്ട് സ്ഥലമൊന്നുമില്ലാതെ ഈ കാടിന്റെ ഭാഗത്തെല്ലാം തന്നെ കുടിലുകെട്ടിയായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. എപ്പോ വേണമെങ്കിലും വന്യജീവികൾ ആക്രമിക്കാം. അങ്ങനെയുള്ള അവർക്ക് സ്വന്തമായിട്ട് സ്ഥലത്തിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ അടുത്ത് പോയി സമരം ചെയ്യണമെന്ന് ശാന്തി പറയുന്നു. വയനാട്ടിലുള്ള ഇവർ എല്ലാവരും ചേർന്ന് തിരുവനന്തപുരത്ത് പോയി സമരം ചെയ്യാനുള്ള പ്ലാൻ ഇടുകയാണ്. കഥ അവിടെ നിന്നും വീണ്ടും നമ്മളെ 2003 കൊണ്ടുപോകുന്നു. നമ്മുടെ വർഗീസിനെ പിടിച്ചുകൊണ്ടുവന്ന പോലീസുകാരാകട്ടെ അവന്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പേഴ്സ് എല്ലാം തന്നെ പരിശോധിക്കുന്നു. അത് കണ്ട് അവർ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. ആ ടൈമിലാണ് വർഗീസ് ആരാണെന്നും അവന്റെ സ്റ്റോറി എന്താണെന്നും നമ്മളെ കാണിക്കുന്നത്. ആലപ്പുഴയിലാണ് വർഗീസ് ജനിച്ചു വളർന്നത്. കൃഷിയിൽ നാശം വന്നപ്പോൾ അവന്റെ അച്ഛൻ കുരുടാൻ കഴിച്ച് ആത്മഹത്യ ചെയ്തു. ഇപ്പൊ അവന്റെ വീട്ടിൽ അവനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ തയ്യൽ ജോലി ചെയ്താണ് ഇവനെ വളർത്തിക്കൊണ്ട് വന്നത്. നന്നായിട്ട് പഠിക്കുന്ന ഇവനാകട്ടെ PSCക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം ലിസ്റ്റിലൊക്കെ ഉണ്ട്. ആദ്യം കിട്ടിയ ലാസ്റ്റ് ഗ്രേഡ് അവൻ വേണ്ടാന്ന് വെച്ചു. ഇപ്പോൾ ഉള്ളതൊരു പോലീസ് കോൺസ്റ്റബിൾ ലിസ്റ്റിലും പിന്നെ ഒരു വില്ലേജ് അസിസ്റ്റന്റ് ലിസ്റ്റിലുമായിരുന്നു. ആ വില്ലേജ് അസിസ്റ്റന്റ് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ പോവുകയാണ്. ലിസ്റ്റിന്റെ കാലാവധി നീട്ടാൻ വേണ്ടിയിട്ട് സമരം ചെയ്യാനുള്ള പ്ലാനിങ്ങിലായിരുന്നു അവൻ. അതേ നാട്ടിൽ തന്നെയുള്ള അത്യാവശ്യം കാശുകാരനായ ഒരു വ്യക്തിയുടെ മകളുമായിട്ട് ഇവൻ പ്രണയത്തിലാണ്. നാൻസി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അവിടെ തന്നെയുള്ള ബാങ്കിൽ ജോലി ചെയ്യുന്നു. എന്നാൽ ഇവനൊരു ജോലിയാകാത്ത കാരണം ഇവരുടെ വിവാഹകാര്യം വീട്ടിൽ തന്നെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കാൻ അവൾ അവനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ അങ്കിള് ബെന്നിയും വന്ന് അവനോട് പറയുന്നുണ്ട്, ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, ഏതെങ്കിലും ഒരു ജോലിക്ക് കയറണ്ടേ എന്ന്. അവൻ വീണ്ടും നല്ല ജോലി വരുമെന്നും നല്ല ലിസ്റ്റിൽ താൻ കയറുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. പക്ഷെ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും നോക്കി അവന്റെ അമ്മ നല്ല ബുദ്ധിമുട്ടിലാണ്. കൃഷി നശിച്ച് കടം കയറി എന്ന് പറഞ്ഞിട്ട് അവന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തതിനെ പറ്റിയും അവർ സംസാരിക്കുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ അവന് നല്ല വിഷമത്തിലായിരുന്നു. അവൻ എന്തെങ്കിലും കാശിന്റെ ആവശ്യം വരുമ്പോൾ പലപ്പോഴും അവൻ നാൻസിയുടെ കയ്യിൽ നിന്നായിരുന്നു വാങ്ങുന്നത്. നാൻസിയുടെ വീട്ടിലാകട്ടെ അവൾക്ക് ആലോചനയൊക്കെ ശക്തമാക്കി. അത് കാരണം അവള് വീട്ടിലെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. എന്നാൽ അവളുടെ അച്ഛനും അവളുടെ അങ്കിളും ചേർന്നിട്ട് വർഗീസിനെ അവരുടെ തടിമില്ലിലേക്കാണ് വിളിക്കുന്നത്. അവന് ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്തതിനെ പറ്റി അവർ സംസാരിക്കുന്നു. താൻ 1-2 ലിസ്റ്റിലുണ്ടെന്നും ഉടനെ തന്നെ ഏതെങ്കിലും നല്ലൊരു ജോലി എനിക്ക് കിട്ടുമെന്നും അവൻ പറയുന്നുണ്ട്. പക്ഷെ അവനുള്ള ലിസ്റ്റൊക്കെ വെറും ചെറിയ ജോലിയുടേതാണെന്നും നാൻസിയപ്പോൾ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാനുള്ള യോഗ്യത അവനില്ലാന്നൊക്കെ പറഞ്ഞിട്ട് അവനെ നാണം കെടുത്തിയാണ് അവർ വിടുന്നത്. വീട്ടിലെത്തി കഴിയുമ്പോൾ അവന്റെ അമ്മ പറയുന്നുണ്ട് അവനൊരു കൊറിയർ വന്നിട്ടുണ്ടെന്ന്. അതവന്റെ പോലീസ് ജോലിയിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആയിരുന്നു. ഈ ജോലിക്ക് ഞാൻ പോകുന്നില്ല, എനിക്ക് താല്പര്യമില്ല, ഇതിനേക്കാൾ നല്ല ജോലി എനിക്ക് കിട്ടുമെന്ന് അവൻ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ അവന്റെ അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇങ്ങനെ ഒന്നിനും പോകാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകുമെന്ന് ചോദിക്കുന്നു. അവൻ നാൻസിയെ കാണുമ്പോഴും അവളും ഇത് തന്നെയായിരുന്നു പറയുന്നത്. നീ ഒരു ജോലി എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചേ പറ്റൂ. ഞാൻ എന്തായാലും നിന്റെ കൂടെ ഇറങ്ങി വരാൻ പറ്റില്ല. എനിക്ക് എന്റെ വീട്ടുകാരെ വെറുപ്പിക്കാൻ പറ്റില്ല. നമുക്ക് തൽക്കാലം ഒരു ബ്രേക്ക് എടുക്കുന്നതാ നല്ലത്. ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പു തരാം, എന്റെ സമ്മതം ഇല്ലാതെ വീട്ടുകാരെന്നെ വേറെ ആരെ കൊണ്ടും കെട്ടിക്കില്ല. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലിയിൽ കയറാൻ നോക്കാം. അങ്ങനെ എല്ലായിടത്തുനിന്നും ആൾക്കാർ ഇങ്ങനെ പറയാൻ തുടങ്ങിയതോടുകൂടി അവൻ അവസാനം ഒട്ടും
തങ്ങൾക്കും താല്പര്യമില്ലെങ്കിൽ പോലും ആ പോലീസ് കോൺസ്റ്റബിൾ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിച്ച അവനാകട്ടെ ഒരു ദിവസം സമരം ചെയ്യുന്ന ആൾക്കാരെ നിയന്ത്രിക്കാൻ വേണ്ടി പോകേണ്ടി വരുന്നു. അവിടെയുള്ള ആൾക്കാരെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാകട്ടെ അവൻ നല്ല ദേഷ്യം തോന്നിയിട്ട് ഒരാളെ അവൻ അടിക്കുന്നു. എന്നാൽ മേലുദ്യോഗസ്ഥൻ വന്ന് അവനെ കുറെ വഴക്ക് പറയുന്നുണ്ട്. അയാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങളായിരിക്കും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞിട്ട് അവനോട് ഇവിടെ നിൽക്കണ്ടെന്നും ജീപ്പിൽ പോയി ഇരിക്കാനും ആവശ്യപ്പെടുന്നുണ്ട്. അവന്റെ ഈ ദേഷ്യമെല്ലാം കണ്ടിട്ട് അവന്റെ കൂടെ ഉണ്ടായിരുന്ന ബഷീർ എന്ന് പറയുന്ന പോലീസുകാരൻ അവനെ സമാധാനിപ്പിക്കുന്നു. നീ ജോലിയിൽ ആദ്യമായിട്ട്, അതുകൊണ്ട് അത് കണ്ടറിഞ്ഞു നിൽക്കുന്നതാ നല്ലത്. ആവശ്യമില്ലാതെ ഇങ്ങനെയൊന്നും കയറി ഇടപെടാൻ പാടില്ല. അത് നമുക്ക് തന്നെ ദോഷം ഉണ്ടാക്കുന്നത്. അവൻ ബഷീറിനോട് എപ്പോഴും പറയുമായിരുന്നു തനിക്ക് ഈ ജോലിയിൽ നിൽക്കാൻ താല്പര്യമില്ലെന്നും അതുകൊണ്ട് ഞാൻ ഇപ്പോഴും PC പഠിച്ചുകൊണ്ടിരിക്കുക, വേറെ ഏതെങ്കിലും നല്ലൊരു ജോലിയിലേക്ക് മാറണമെന്ന്. കുറച്ചുനാൾ കഴിയുമ്പോൾ നീ ജോലി പതിയെ പതിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങുമെന്നാണ് ബഷീർ പറയുന്നത്. ബഷീറും താല്പര്യം ഉണ്ടായിട്ടല്ല ഈ ജോലിക്ക് കയറിയത്. അയാളുടെ അച്ഛൻ മരിച്ചപ്പോ ആ ജോലി ബഷീറിന് കിട്ടിയതായിരുന്നു. പിറ്റേന്ന് അവർ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കി എല്ലാ പോലീസുകാരും തലേന്ന് ഇവൻ കാട്ടിയ ആ ഒരു കാര്യത്തിന്റെ പേരിൽ അവനെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കുന്നു. ഒരുമാതിരി റാഗിങ് പോലെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അവനെ കൊണ്ട് പഴം എടുപ്പിച്ചുകൊണ്ട് വരുന്നു, ചായ എടുപ്പിച്ചുകൊണ്ട് വരുന്നു. എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ ബഷീർ അവരെയൊക്കെ എതിർക്കുന്നുണ്ട്. അവന്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു തെറ്റുപറ്റിയെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ടോർച്ചർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. അതിനിടയ്ക്ക് വേറൊരു ഉദ്യോഗസ്ഥൻ വന്ന് ബഷീറിന്റെ കയ്യിൽ ഒരു ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. വയനാട്ടിലൊരു സമരം നടക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് കുറച്ച് പോലീസുകാർ അങ്ങോട്ട് പോകണമെന്ന്. ആ ലിസ്റ്റിൽ നമ്മുടെ വർഗീസിന്റെ പേരും ഉണ്ടായിരുന്നു. അവിടെ പോയി കഴിഞ്ഞാൽ തനിക്ക് മര്യാദയ്ക്കൊന്നും പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ബഷീറിനോട് അവൻ പറയുന്നു. താൻ വിചാരിച്ച ഒന്നും നടക്കില്ല, പോയി സാറിനെ കാണാൻ പറയുന്നുണ്ട് അയാള്. അവൻ പോയി അയാളെ കണ്ട് സംസാരിച്ചെങ്കിലും അയാൾ പറയുന്നുണ്ട് നിനക്ക് റിസൈൻ ചെയ്യണമെങ്കിൽ നീ റിസൈൻ ചെയ്തിട്ട് പൊയ്ക്കോ, അല്ലാതെ വയനാട്ടിലേക്ക് പോകാതിരിക്കാനൊന്നും പറ്റില്ലെന്ന്. അവസാനം മനസ്സില്ലാ മനസ്സോടെ അവനും ബഷീറും അടങ്ങുന്ന സംഘം വയനാട്ടിലെ സമരം നടക്കുന്നിടത്തേക്ക് പോകുന്നു. അവിടെയുള്ള ആദിവാസികൾക്ക് ഭൂമി നൽകാമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വാഗ്ദാനം ചെയ്തിട്ട് ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞു. എന്നാൽ ഇതുവരെയും ഭൂമി നൽകിയില്ല. അത് കാരണം ഇവർ റിസർവ് ഫോറസ്റ്റിലേക്ക് കയറിയിട്ട് അവിടെ കുടിലുകൾ കെട്ടി സമരം ചെയ്യുകയാണ്. സംരക്ഷിത മേഖലയിൽ കുടിലും കെട്ടി അതിനു ചുറ്റും ഒരു വേലിയും കെട്ടി അവിടെ താമസിക്കുന്നവരെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്ത് ഒഴിപ്പിക്കണം. പോലീസുകാർ അവിടെ എത്തുമ്പോൾ തങ്ങളുടെ വേലി ആരോ പൊളിച്ചു എന്ന് പറഞ്ഞിട്ട് താമിയും കൂട്ടരും പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു. മേലുദ്യോഗസ്ഥനായ കേശവദാസ് എന്ന് പറയുന്ന ആളായിരുന്നു ഈ സമരം ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങളുമായിട്ടൊരു പ്രശ്നത്തിനും ഇല്ല എന്നും എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ട് ഇവിടെ നിന്ന് നല്ല രീതിയിൽ പിരിഞ്ഞു പോകാനാണ് തങ്ങൾക്കും താല്പര്യമെന്ന് കേശവദാസ് പറയുന്നു. കുട്ടികളും മുതിർന്നവരും എല്ലാം അടങ്ങുന്ന സംഘമായിരുന്നു ആ ആദിവാസി സമൂഹത്തിലുണ്ടായിരുന്നത്. അവിടെ തന്നെ ചെറിയൊരു കുളവുണ്ട്. അവിടെ നിന്നും വെള്ളമെടുത്ത് കയ്യിലുണ്ടായിരുന്ന ആഹാരമൊക്കെ പാകം ചെയ്ത് കഴിച്ച് അവർ അവിടെ തന്നെ സമരം ചെയ്ത് കഴിയുകയാണ്. 36 ദിവസമായിട്ട് ഇവരിവിടെ സമരത്തിലായിരുന്നു. ഇവരുടെ കയ്യിൽ സാധനങ്ങളൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും തങ്ങളുടെ ഭൂമി കിട്ടാൻ വേണ്ടിയിട്ട് അവരിപ്പോഴും സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ വേലിയുടെ അടുത്ത് കാവൽ നിൽക്കുകയായിരുന്നു വർഗീസ്. ആ ടൈമില് താമയുടെ നായ അവിടേക്ക് വരുന്നു. വർഗീസ് ആകട്ടെ ഒരു കല്ലെടുത്ത് നായ എറിയുന്നുണ്ട്. അത് വർഗീസിനെ നോക്കി കുരയ്ക്കുകയായിരുന്നു. അവനാകട്ടെ അതിനെ അടിക്കാൻ വേണ്ടി ഓടിക്കുകയും ചെയ്യുന്നു. താമി വന്ന് അതിനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ ദേഷ്യം വന്ന വർഗീസ് ആ നായയെ വീണ്ടും തല്ലാൻ പോയി. അതിന്റെ പേരിൽ താമിയും വർഗീസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടാൻ തുടങ്ങി. ഒടുവിൽ കേശവദാസ് വന്ന് ആ പ്രശ്നത്തിന് കോംപ്രമൈസ് ഉണ്ടാക്കുന്നു. ഈ വേലിക്കപ്പുറത്തേക്ക് ആരും പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാ, പിന്നെ നീ എന്തിനു പോയി എന്ന് പറഞ്ഞിട്ട് അവനെ ചെറിയ രീതിയിൽ വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് നിന്നെയും നമ്മളെ എല്ലാവരെയും ബാധിക്കും. നാളെ ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് മിനിസ്റ്റർ വരുന്നുണ്ട്. അതുവരെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. കഥ വീണ്ടും പ്രസന്റിലേക്ക് കാണിക്കുകയാണ്. അവനെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഒരു പോലീസുകാരൻ പറയുന്നുണ്ട് നിന്റെ ഈ റൈഫിളിൽ നിന്നാണ് വെടിയുതിർത്തിരിക്കുന്നതെന്ന്. ആ ടൈമിൽ ഒരു ചെറിയ സീനും കാണിക്കുന്നുണ്ട്. കുറച്ചധികം ആൾക്കാർ വെടികൊണ്ട് വീഴുന്നതായിട്ട്. ആ പോലീസുകാരെ നോക്കി വർഗീസ് പറയുന്നുണ്ട് കുറ്റം ചെയ്തത് ഞാൻ മാത്രമല്ലല്ലോ എന്ന്. എന്നാൽ അവരാകട്ടെ ഒരു പേപ്പർ അവനെ കാണിച്ചിട്ട് അതിൽ ഒപ്പിടാൻ പറയുന്നു. ഇതൊരു കൺഫെഷൻ ലെറ്റർ ആയിരുന്നു. ഇപ്പോൾ താൻ ആ പേപ്പറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ കേസ് കോടതി വരെ പോകില്ല എന്ന് അവൻ പറയുന്നു. അതും പറഞ്ഞ കൺഫെഷൻ ലെറ്റർ അവൻ കീറിക്കളഞ്ഞതും ആ പോലീസുകാരൻ അവന്റെ നെഞ്ചത്ത് ചവിട്ടുന്നു. കഥ വീണ്ടും ബാക്കിലേക്ക് കാണിക്കുന്നു. സമരം നടക്കുന്ന സ്ഥലത്ത് വർഗീസും ബഷീറും കൂട്ടരും എല്ലാം ഇരുന്ന് സംസാരിക്കുകയാണ്. ഇവരുടെ ഈ സമരം കാരണം നമ്മൾ വീട്ടിലിരിക്കേണ്ടവര് ഇവിടെ വന്ന് കിടക്കേണ്ട അവസ്ഥ വന്നല്ലോ എന്നൊക്കെ പറയുന്നു. ഇവർക്കൊക്കെ ഇവരുടെ വീട്ടിലോട്ട് പോയിക്കൂടെ, എന്തിനാ വെറുതെ ഇവിടെ വന്ന് കിടക്കുന്നത്? അത് കേട്ട് ബഷീർ പറയുന്നുണ്ട് അവർക്കില്ലാത്തതും വീട് തന്നെയാണെന്ന്. മഴയത്തോ കാറ്റത്തോ പൊളിഞ്ഞു വീഴാവുന്നതും വന്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന ചെറിയ കുടിലുകളിലാണ് ഇവർ താമസിക്കുന്നത്. അവർക്ക് ഭൂമി നൽകാമെന്നും വീട് വെച്ച് നൽകാമെന്നും പറഞ്ഞ ആൾക്കാർ കൈയൊഴിഞ്ഞതുകൊണ്ട് അവരിപ്പോ ഇവിടെ കിടന്ന് സമരം ചെയ്യുന്നു. നമുക്കൊക്കെ പോകാൻ വീടുണ്ട്, ഇവർക്ക് പോകാൻ വീടില്ല. ബഷീറിന് ആ ആദിവാസി സമൂഹത്തിന്റെ വിഷമം നല്ല പോലെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് മന്ത്രിമാര് വന്ന് ഇവരുമായിട്ട് ചർച്ച വെക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് പറയുന്നതല്ലാതെ എപ്പോ അത് ചെയ്യുമെന്ന് അവർ പറയുന്നില്ല. അതിനൊക്കെ കുറച്ച് സമയമെടുക്കുമെന്നാണ് അവർ പറയുന്നത്. 1.5 വർഷമായിട്ട് അവർ ചെയ്യാത്ത കാര്യം ഇനി എങ്ങനെ ചെയ്യുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. എങ്ങനെയെങ്കിലും അവരെ അനുനയിപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞുവിടാനായിരുന്നു ഇവരുടെ ഉദ്ദേശം. കാരണം ഇവരിപ്പോൾ നിൽക്കുന്ന ഫോറസ്റ്റ് ഏരിയയിലേക്ക് ആരും കടക്കാൻ പാടില്ലാത്തതാണ്. അവിടെ കയറി ഇവർ സമരം ചെയ്യുന്നത് കാരണം സർക്കാരിന് അത് നോക്കി നിൽക്കാനും പറ്റില്ല. മുഖ്യമന്ത്രി എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടും ഇവർക്ക് ആ ഭൂമി നൽകാത്തതായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണാതെ തങ്ങളവിടെ നിന്ന് പോകില്ല എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും അവിടെ നിന്ന് വീണ്ടും കുടിലേക്ക് പോയി. അവരുടേതായ പല രീതിയിലുള്ള ആഘോഷങ്ങളും അവർ അവിടെ വെച്ച് നടത്തുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നു.
വരുന്നു. ആ ടൈമിലാകട്ടെ വർഗീസ് ചില കാഴ്ചകൾ കാണുന്നുണ്ട്. കുറച്ച് പോലീസുകാരും കേശവദാസും ചേർന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ചെറിയ കുളത്തിൽ നിറയെ മണ്ണും മാലിന്യവും കലർത്തുന്നു. അത് അപ്പൊ തന്നെ ബഷീറിനോട് വർഗീസ് പറയുകയും ചെയ്യുന്നു. വെള്ളമെടുക്കാൻ ചെന്ന ആദിവാസികൾ ഇത് കണ്ടതോടുകൂടി പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. നിങ്ങൾ തിന്നതിന്റെയും കുടിച്ചതിന്റെ വേസ്റ്റ് എന്തിനാ അതിൽ കൊണ്ടിട്ടതെന്ന് ചോദിക്കുന്നു. നീയൊക്കെ സമരം ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു എന്നാണ് കേശവദാസ് പറയുന്നത്. അവരുടെ വെള്ളം കൂടി മുട്ടിച്ച് ആഹാര സാധനങ്ങളും ഇല്ലാതാക്കി അവരെ അവിടെ നിന്നും കടത്താനായിരുന്നു ഇവരുടെ ശ്രമം. എന്നാൽ അവരതിലൊന്നും തന്നെ വീണില്ല. അവരവരുടെ സമരം തുടർന്നുകൊണ്ടേയിരുന്നു. പാവങ്ങളുടെ വെള്ളം കൂടി മുട്ടിച്ചത് എന്തിനാണെന്ന് ബഷീറും അയാളോട് ചോദിക്കുന്നു. അയാളെ ദേഷ്യത്തില് ബഷീറിനെയും വർഗീസിനെയും ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്നും പോയി. പിറ്റേന്ന് രാവിലെ എല്ലാവരും കാണുന്നത് അവിടെ ആർമി ഓഫീസേഴ്സ് വരുന്നതാണ്. ഇതെന്തിനാണ് ആർമിയൊക്കെ വരുന്നതെന്ന് വർഗീസ് ചോദിക്കുമ്പോഴാണ് കേശവദാസും സംഘവും പറയുന്നത് ഇവിടെ നടക്കുന്ന ഈ ആദിവാസി സമരത്തെ ഹെൽപ്പ് ചെയ്യുന്നത് മാവോയിസ്റ്റുകളാണെന്ന്. ഇവരുടെ കൂട്ടത്തിൽ ആരൊക്കെയോ മാവോയിസ്റ്റുകളായിട്ട് ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ മാവോയിസ്റ്റ് കണക്ഷൻ ഒന്നും തന്നെ ബഷീറിനും വർഗീസിനും വിശ്വാസം വന്നില്ല. എന്നാൽ വലിയ ആയുധങ്ങളുമായിട്ട് മാവോയിസ്റ്റുകൾ ഇവിടെ ഉണ്ടെന്ന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ടെന്നും അവരെ പിടിക്കാനാണ് ആർമി വന്നതെന്നുമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആദിവാസികളുടെ ഇടയിൽ കയറി സെർച്ച് ചെയ്യണം. കാടിനുള്ളിലേക്ക് പോയിട്ട് എവിടെയെങ്കിലും ഈ മാവോയിസ്റ്റുകൾ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് ഇവർ കണ്ടെത്തണം. ആർമിയും പോലീസും അടങ്ങുന്ന സംഘം പല ദിക്കിലേക്കും പോകാൻ തീരുമാനിച്ചു. അങ്ങനെ 2 ആർമിക്കാരും 2 പോലീസുകാരുമായിട്ട് ഓരോരോ ദിക്കിലേക്ക് പോവുകയായിരുന്നു. ഒരിടത്ത് എത്തിക്കഴിയുമ്പോൾ വർഗീസും ബഷീറും അടങ്ങുന്ന സംഘത്തിലെ 2 ആർമിക്കാർ പറയുന്നുണ്ട് ഇനി 2 പേരായിട്ട് പിരിഞ്ഞു പോകണമെന്ന്. കൂടെ ഉണ്ടായിരുന്ന ഹിന്ദിക്കാരനായ പട്ടാളക്കാരന്റെ കൂടെ വർഗീസ് പോകേണ്ടതായിരുന്നു. എന്നാൽ അവന് ഹിന്ദി നന്നായിട്ട് അറിയാത്ത കാരണം ബഷീർ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യും, നീ തമിഴ് സംസാരിക്കുന്ന പട്ടാളക്കാരന്റെ കൂടെ പോയിക്കോ, ഇയാളുടെ കൂടെ ഞാൻ പോയിക്കൊള്ളാം, എനിക്ക് ഹിന്ദി അറിയാമെന്ന്. അങ്ങനെ വർഗീസ് തമിഴിന്റെ കൂടെയും ബഷീർ ആ ഹിന്ദിക്കാരന്റെ കൂടെയും പോയി. കുറെ ദൂരം മുന്നോട്ട് പോയപ്പോ വർഗീസ് അവിടെ 2 ആൾക്കാരെ കാണുന്നുണ്ട്. വർഗീസിനെ കണ്ടതും അവർ പേടിച്ചോടി. ഇവർ പറഞ്ഞ പോലെ മാവോയിസ്റ്റുകളാണോ എന്ന് കരുതിയിട്ട് അവർ അവിടെ ഉണ്ടായിരുന്ന ഏരിയ സെർച്ച് ചെയ്യുമ്പോഴാകട്ടെ അവരൊരു ചെറിയ കുടിലിന് കാവലിരിക്കുകയായിരുന്നു. അതിനുള്ളിലുണ്ടായിരുന്നത് ആഹാര സാധനങ്ങളാണ്, ആയുധങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് വർഗീസ് ക്യാമ്പിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അന്ന് രാത്രി അവനും അവന്റെ കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരനും തിരിച്ച് ക്യാമ്പിലെത്തി. പക്ഷെ അവൻ നോക്കുമ്പോൾ തൊട്ടപ്പുറത്തെ കട്ടിലില് ബഷീർ ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ ആയിട്ടും ബഷീറിനെ കാണുന്നില്ല. ബഷീറിന്റെ വാക്കി ടോക്കിയിൽ നിന്നും ഒരു റെസ്പോൺസും കിട്ടുന്നില്ല എന്ന് മറ്റു പോലീസുകാരും പറയുന്നുണ്ട്. അവൻ ആകെ ടെൻഷനിലായി. വർഗീസ് പെട്ടെന്ന് തന്നെ കേശവദാസിനെ കണ്ട് കാര്യം പറയുന്നു. എന്നാൽ അവർ രാത്രിയല്ലേ പോയത്, വഴി തെറ്റിയിട്ടുണ്ടാകും, വെളിച്ചം വീണ് കഴിയുമ്പോഴത്തേക്ക് പതിയെ കാടിറങ്ങി ഇങ്ങോട്ട് വരുമെന്ന് പറയുന്നു. എന്നാലും അവരെ തെരഞ്ഞ് ഒരു ടീം പോകണ്ടേന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അതിനൊന്നും പറ്റിയ ആൾക്കാർ ഇവിടെ ഇല്ല എന്നും ഇവിടെ നടക്കുന്ന സമരമാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് കേശവദാസ് പറയുന്നത്. അവർ 2 പേരില്ലേ, അവരതുപോലെ തന്നെ തിരിച്ചു വന്നോളും. അങ്ങനെ അവനെ വീണ്ടും ആ വേലിക്കെടുത്ത് കാവൽ നിൽക്കാൻ പറഞ്ഞു വിടുന്നു. ആ ടൈമിൽ അവൻ കാണുന്നുണ്ട് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ കയ്യിൽ ഒരു വാക്കി ടോക്കി ഇരിക്കുന്നത്. ആ പെൺകുട്ടിക്ക് അത് എവിടെ നിന്നോ കളഞ്ഞു കിട്ടിയതായിരുന്നു. അത് കണ്ടതും പെട്ടെന്ന് വർഗീസ് കേശവദാസിനോട് വന്ന് കാര്യം പറയുന്നു. ആ പെൺകുട്ടിയുടെ കയ്യിൽ അത് എങ്ങനെയാ വന്നതെന്ന് എന്തായാലും ആ താമിക്ക് അറിയാതിരിക്കില്ല. അവനെ പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ സത്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് വർഗീസ് പറയുന്നു. ഇന്നൊരു കാര്യം ചെയ്യ്, നീ പോയി അവനെ പിടിച്ചുകൊണ്ടുവരാനാണ് കേശവദാസ് പറയുന്നത്. ആ വേലിക്ക് അപ്പുറത്തോട്ട് കടക്കാൻ പറ്റാത്ത കാരണം വർഗീസ് പതിയെ വേലിയുടെ അടുത്ത് നിന്നിട്ട് ആ പെൺകുട്ടിയെ ഒരു ആപ്പിൾ കാണിച്ച് ആ വേലിയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അത് താമി കണ്ടതും ആ പെൺകുട്ടിയെ തടയാൻ അവൻ ശ്രമിച്ചതും അതിനുള്ളിൽ തന്നെ വർഗീസ് ആ പെൺകുട്ടിയെ കയ്യിലെടുക്കുന്നു. അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് താമി വേലി കടന്ന് ഇപ്പുറത്തേക്ക് വന്നു. അതോടെ വർഗീസ് താമിയെ പിടിക്കുകയും ചെയ്തു. അവനെ കേശവദാസും സംഘവും ബ്രൂട്ടലായിട്ട് ഉപദ്രവിക്കുകയായിരുന്നു. ആ വാക്കി ടോക്കി നിനക്ക് എവിടുന്ന് കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് അറിയില്ല എന്ന് അവൻ പലതവണ പറഞ്ഞിട്ടും അവർ വിശ്വസിക്കുന്നില്ല. മാവോയിസ്റ്റുകൾ എവിടെ ഇരിക്കുന്നത്, അവരുടെ വെപ്പൺസ് എവിടെ ഇരിക്കുന്നതെന്ന് മാറി മാറി ഇവർ ചോദിക്കുന്നുണ്ട്. തനിക്ക് ഒന്നും അറിയില്ല എന്ന് അവൻ വീണ്ടും വീണ്ടും പറയുന്നു. അവനെ അടിച്ചുകൊണ്ടിരിക്കെ ഒരു മെസ്സേജ് കേശവദാസിന് കിട്ടുന്നുണ്ട്. മിസ്സിംഗ് ആയ ആൾക്കാരിൽ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട്, അയാൾ ഇൻജേർഡ് ആണെന്ന് പറഞ്ഞിട്ട്. അത് കേട്ടതും കേശവദാസ് പറയുന്നുണ്ട് ഈ താമയെ വിട്ടയച്ചേക്ക്, അവനെവിടേക്ക് കൊണ്ടുവന്ന കാര്യം ആരും അറിയേണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് ബഷീറിന്റെ കൂടെ പോയ ആ പട്ടാളക്കാരനെ കുറച്ചു പേർ ചേർന്ന് എടുത്തുകൊണ്ട് വരുന്നതായിരുന്നു. അയാളെ മാത്രം തിരിച്ചു വന്നതെന്താ, ബഷീർ എവിടെയെന്ന് വർഗീസ് ചോദിക്കുന്നുണ്ട്. അതിനെപ്പറ്റി തങ്ങൾക്ക് അറിയില്ല എന്നാണ് കേശവദാസ് പറയുന്നത്. ബഷീറിനെ അന്വേഷിച്ച് ഒരു ടീം പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ വർഗീസിനോടും പോയിക്കൊള്ള അയാൾ പറയുന്നു. മീഡിയയുടെ കേശവദാസ് പറയുന്നത് ബഷീറും ആ പട്ടാളക്കാരനും ചേർന്നിട്ട് കാട്ടിലേക്ക് പോയ സമയത്ത് അവരെ ആരോ അറ്റാക്ക് ചെയ്തു. ബഷീർ എവിടെയെന്ന് ഇപ്പോൾ അറിയില്ല, ഇയാളെ എങ്ങനെയൊക്കെ ഇവിടെ എത്തിച്ചതാണെന്ന്. അങ്ങനെ സെർച്ച് ചെയ്ത് പോകുന്നതിനിടയിൽ വർഗീസ് ആകട്ടെ ബഷീറിന്റെ ക്യാപ്പ് കാണുന്നുണ്ട്. അവിടെയെല്ലാം സെർച്ച് ചെയ്യുമ്പോൾ അവൻ കാണുന്നത് ബഷീറിനെ ഒരു കസേരയിൽ കെട്ടിയിട്ട നിലയിൽ കിടക്കുന്നതാണ്. അവൻ അയാളുടെ അടുത്തേക്ക് ചെന്ന് അയാളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നു. ശരീരത്തിൽ വേറെ മുറിവുകളൊന്നുമില്ല. കഴുത്ത് ഞെരിച്ചാണ് അയാളെ കൊന്നിരിക്കുന്നത്. വർഗീസ് ആകെ തകർന്നുപോയി. പിന്നീട് ആ മൃതദേഹം ക്യാമ്പിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതും അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതുമാണ് കാണിക്കുന്നത്. നിറ കണ്ണുകളോടെ വർഗീസിന് അതെല്ലാം നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. വർഗീസിന്റെ കൊലപാതകം ആ ആദിവാസി സമൂഹമാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് മന്ത്രിയും മറ്റു ഉദ്യോഗസ്ഥരും വന്ന് അവരുമായിട്ട് സംസാരിക്കുന്നു. എന്നാൽ അങ്ങനെ കൊല ചെയ്യാനാണെങ്കിൽ ഞങ്ങൾക്ക് നേരത്തെ തന്നെ ഏതെങ്കിലും പോലീസുകാരെ പിടിച്ച് കൊല ചെയ്താൽ പോരായിരുന്നു എന്നാണ് അവർ പറയുന്നത്. കാട്ടിലേക്ക് പോയവരെ ഞങ്ങൾ എന്തിനാ പിടിക്കുന്നത്? ഈ ആരോപണങ്ങളൊക്കെ കേട്ടിട്ട് അവർ സമരത്തിൽ നിന്ന് പിന്മാറുമെന്ന് കരുതിയെങ്കിലും ആ അടവുകളൊന്നും അവിടെ നടന്നില്ല. അവരവരുടെ സമരവുമായിട്ട് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. ഒടുവിൽ കേശവദാസിന് ഉത്തരവ് കിട്ടുന്നുണ്ട് സമരം എത്രയും പെട്ടെന്ന് അടിച്ചമർത്തണമെന്ന്. മുന്നോട്ട് പോകുന്തോറും
വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വർഗീസ് വന്ന് അയാളോട് ചോദിക്കുന്നുണ്ട് ആരാണ് ബഷീറിനെ കൊന്നതെന്ന്. അയാളെ കൊന്നത് മാവോയിസ്റ്റുകളാണെന്നും അത് ഈ ആദിവാസികളുടെ സഹായത്തോടു കൂടിയാണെന്നും പറയുന്നു. എന്നാൽ ഇത് അന്വേഷിക്കേണ്ടേ എന്നാണ് വർഗീസ് ചോദിക്കുന്നത്. ഇവിടെ സമരം അടിച്ചമർത്തുകയാണ് നമ്മുടെ ജോലി. ഇപ്പൊ ഈ അന്വേഷണത്തിന് പുറകെ പോകാൻ പറ്റില്ല. ആദ്യം ഇവിടുത്തെ പ്രശ്നം തീർന്നിട്ട് മാത്രമേ ബഷീറിന്റെ മരണം അന്വേഷിക്കാൻ പറ്റൂ. ബഷീറിനെ പറ്റി ചിന്തിക്കാൻ പോലും അയാൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്നുള്ള കാര്യം വർഗീസിന് മനസ്സിലായി. ശരിക്കും ആരാണ് ബഷീറിനെ കൊന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവൻ ആ ഹിന്ദിക്കാരനായ പട്ടാളക്കാരനോട് പോയി സംസാരിക്കുന്നു. ആരാ ബഷീറിനെ കൊന്നത്, മാവോയിസ്റ്റ് ആണോ ആദിവാസിയാണോ എന്ന്. ആ പട്ടാളക്കാരൻ ഇവനോട് ചൂടാകാൻ തുടങ്ങിയായിരുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വർഗീസ് അയാളെ കാണിക്കുന്നു. അത് ആ പട്ടാളക്കാരന്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയായിരുന്നു. ബഷീർ മരണപ്പെട്ട സ്ഥലത്ത് നിന്നും ഇവന് കിട്ടിയതാണ്. അതോടുകൂടി ആ പട്ടാളക്കാരൻ അയാളുടെ തനി സ്വഭാവം കാണിക്കാൻ തുടങ്ങി. അയാൾക്ക് ഒരു പരിക്കും ഉണ്ടായിരുന്നില്ല. അയാൾ വർഗീസിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. വർഗീസിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇവൻ തന്നെയാണ് ബഷീറിനെ കൊന്നതെന്ന്. കാരണം ആദിവാസികളോ മാവോയിസ്റ്റുകളോ ആണെങ്കിൽ ശരീരത്തിൽ പാടുകളും മുറിവുകളും ഉണ്ടായിരുന്നേനെ. നന്നായിട്ട് ട്രെയിൻ ചെയ്ത ഒരു പട്ടാളക്കാരനാണ് ഇതുപോലെ ബാക്കിൽ നിന്നും കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നത്. അവനത് ഉറപ്പിച്ചതോടു കൂടി അപ്പൊ തന്നെ കേശവദാസിനോട് പോയി പറയുകയും ചെയ്യുന്നു. ബഷീറിനെ കൊന്ന പട്ടാളക്കാരനാണെങ്കിൽ അവൻ ചെയ്ത ക്രൈം പാവങ്ങളായ ആദിവാസികളുടെ തലയിൽ കെട്ടിവെക്കാൻ താൻ സമ്മതിക്കില്ല എന്ന് വർഗീസ് ഉറച്ചു തന്നെ പറയുന്നു. എല്ലാം മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്ന കേശവദാസ് ആകട്ടെ അവിടേക്ക് 3 പട്ടാളക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവര് വന്ന് തന്റെ ചുറ്റും നിന്നതോടുകൂടി വർഗീസിന് കാര്യം മനസ്സിലായി. ഇതിന്റെ എല്ലാം പിന്നില് കേശവദാസ് തന്നെയായിരുന്നു. അയാൾ പറഞ്ഞിട്ട് തന്നെയാണ് ആ പട്ടാളക്കാരൻ ബഷീറിനെ കൊന്നത്. ഏതെങ്കിലും ഒരു പോലീസുകാരനെ ബലിയാടാക്കണമെന്നായിരുന്നു കേശവദാസിന് കിട്ടിയ ഉത്തരവ്. ശരിക്കും അവിടെ ചാകേണ്ടത് നീയായിരുന്നു. നീ പോകേണ്ട സ്ഥാനത്ത് ബഷീർ പോയതുകൊണ്ട് ബഷീർ മരിച്ചു. ആര് മരിച്ചാലും അത് ആദിവാസികളുടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഈ സമരം അടിച്ചമർത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇത്രയും വലിയ ക്രൂരത ചെയ്യുന്ന കണ്ടിട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് വർഗീസ്. താനൊരു കാരണവശാലും ഇതിനൊന്നും കൂട്ടുനിൽക്കില്ല എന്ന് അവൻ പറയുന്നു. ഇതെല്ലാം തന്നെ താമി കേൾക്കുന്നുണ്ട്. അവിടെ നിന്നും കഥ വീണ്ടും പ്രസന്റിലേക്കാണ് കാണിക്കുന്നത്. കെട്ടിയിട്ടിരുന്ന വർഗീസിന്റെ അടുത്തേക്ക് ഈ കേശവദാസ് വന്നിട്ട് പറയുന്നുണ്ട് ആദിവാസിയെ താമയെ കൊന്നതിന്റെ പേരിൽ നിന്റെ പേരിൽ കേസെടുക്കുമെന്ന്. അതുകൊണ്ട് നീ ഇനി എത്ര പോരാടിയിട്ടും കാര്യമില്ല, നീ തോറ്റുപോയിരിക്കുന്നു. അവിടെ നിന്നും കഥ വീണ്ടും ബാക്കിലേക്ക് പോവുകയാണ്. സത്യങ്ങളെല്ലാം അവൻ അറിഞ്ഞ സ്ഥിതിക്ക് അവിടെ ഉണ്ടായിരുന്നൊരു പട്ടാളക്കാരൻ അവന്റെ തലക്കടിച്ച് അവനെ ബോധം കെടുത്തിയിട്ടുണ്ടായിരുന്നു. അവൻ ആ വണ്ടിക്കുള്ളിൽ ബോധം കെട്ട് കിടക്കുകയാണ്. ആ സമയത്ത് ബാക്കിയുള്ള പോലീസുകാരും ആർമിയും ചേർന്നിട്ട് ആ സമരക്കാരെ അടിച്ചൊതുക്കുകയാണ്. അവരുടെ കുടിലുകളെല്ലാം തന്നെ തകർക്കുകയായിരുന്നു അവർ. ചെറുതെന്നോ വലുതെന്നോ നോക്കാതെ എല്ലാവരെയും തന്നെ അവർ അടിച്ചു. ആദിവാസികളും തിരിച്ചു പോരാടിക്കൊണ്ടിരിക്കുന്നു. ഒടുവിൽ അവരെ പേടിപ്പിക്കാൻ ആകാശത്തേക്ക് വെടിവെച്ചു. വെടിവെച്ചിട്ട് സൗണ്ട് കേട്ടിട്ട് നമ്മുടെ വർഗീസ് ഉണരുകയും അവൻ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. പുറത്തേക്ക് വന്ന അവനെയും ഉദ്യോഗസ്ഥരാകട്ടെ ആദിവാസികളെ അടിച്ചമർത്താൻ പറഞ്ഞു വിടുന്നു. എന്നാൽ അവനാകട്ടെ അവരെ അടിക്കാതെ അടികൊണ്ട് ആൾക്കാരെ എല്ലാം രക്ഷിക്കുകയായിരുന്നു. പോലീസുകാർ അടിച്ചുകൊണ്ടിരുന്ന സ്ത്രീകളെയും വൃദ്ധരെയും എല്ലാം തന്നെ അവരെയെല്ലാം തട്ടിമാറ്റിയിട്ട് അവൻ രക്ഷിച്ചു. പോലീസുകാരുമായിട്ട് തന്നെ അവൻ ഫൈറ്റ് ചെയ്യുകയാണ്. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാത്ത ചില ആദിവാസികൾ ഇവനെ എടുത്തിട്ട് അടിക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ തിരിച്ചു പ്രതികരിച്ചില്ല. ഒടുവിൽ അവന്റെ നേരെ താമി വന്നു നിൽക്കുന്നു. ഒരു കമ്പുമായിട്ട് തന്റെ നേരെ താമി വരുന്നതും അവൻ ഒന്നും ചെയ്യാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നാൽ അവനെ ഒന്നും ചെയ്യാതെ പോലീസുകാരുടെ ജീപ്പിന് നേരെയായിരുന്നു താമി ആ കമ്പെറിഞ്ഞത്. അടുത്ത നിമിഷം കേശവദാസ് ആകട്ടെ ഷൂട്ടിംഗ് ഓർഡർ കൊടുക്കുകയും പോലീസുകാർ ആദിവാസികളുടെ ഇടയിലേക്ക് ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. കാലിന് താഴെ മാത്രമേ വെടിവെക്കാവൂ എന്നാണ് ഉത്തരവ്. എന്നാൽ അവരാകട്ടെ അത് ലംഘിച്ചുകൊണ്ട് പലരുടെയും നെഞ്ചത്തേക്ക് വെടിവെച്ചു. വർഗീസിന്റെ മുന്നിൽ നിന്ന താമിയുടെ ശരീരത്തിലേക്കും ഒരു വെടിയുണ്ട കയറി. തന്റെ മുഖത്തേക്ക് വീണ ചോര കണ്ട് അവൻ ഞെട്ടിത്തരിച്ചു നിൽക്കുകയായിരുന്നു. ആ കൊച്ചു പെൺകുട്ടിയെ പോലും ആ പോലീസുകാര് വെറുതെ വിട്ടില്ല. ഏകദേശം 5 പേര് അവിടെ മരിച്ചു. നേതാവിനെയും ബാക്കി എല്ലാവരെയും അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. തകർന്നിരുന്ന വർഗീസിന്റെ അടുത്തേക്ക് ഒരാൾ വന്ന് അവന്റെ തോക്ക് കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിനക്ക് തോന്നെടുത്ത് വലിച്ചെറിയാനുള്ളതല്ലെന്നും ഇത് നിന്റെ കയ്യിൽ വെക്കാനുള്ളതാണെന്നും പറയുന്നു. ശരിക്കും അവന്റെ റൈഫിൾ ഉപയോഗിച്ചായിരുന്നു താമിയെ അവർ വെടിവെച്ചിട്ടുണ്ടായിരുന്നത്. എന്തെങ്കിലും കാരണവശാൽ അവൻ സത്യങ്ങൾ പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസ് ഇവന്റെ തലയിൽ കെട്ടിവെക്കാനായിരുന്നു ഡിപ്പാർട്ട്മെന്റിന്റെ പ്ലാൻ. നാട്ടിലേക്ക് തിരിച്ചെത്തിയ വർഗീസിന് ആഹാരം കഴിക്കാനോ മര്യാദയ്ക്ക് ഉറങ്ങാനോ ഒന്നും സാധിച്ചില്ല. അവന്റെ കൺമുന്നിൽ നടന്ന ക്രൂരതകളെല്ലാം തന്നെ അവന്റെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. അവൻ അതിനെപ്പറ്റി എല്ലാം തന്നെ നാൻസിയോട് പറയുന്നു. അവിടെ നടന്ന തെറ്റ് എനിക്കിനിയും മറച്ചു വെക്കാൻ പറ്റില്ല എന്നും താനത് പരാതിപ്പെട്ടെങ്കിലേ പറ്റുമെന്നുമാണ് അവൻ പറയുന്നത്. നിന്റെ മനസ്സിന് എന്തു തോന്നുന്നു അത് നീ ചെയ്യണമെന്ന് അവൾ പറയുന്നു. നിന്റെ ജോലി പോയാലും വേണ്ടില്ല. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അവനൊരു മേലുദ്യോഗസ്ഥനെ കണ്ട പരാതി കൊടുക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ ഈ പരാതി പറയുന്ന കാര്യങ്ങൾ അവിടെ നടന്നു എന്നതിന് ഒരു തെളിവില്ലല്ലോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അയാളും കേശവദാസിന്റെ കൂടെ തന്നെയായിരുന്നു. അതുകൊണ്ട് അയാളെ വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്ന് അവന് മനസ്സിലായി. അവൻ വേറെ എന്തെങ്കിലും ചെയ്തെങ്കിലേ പറ്റൂ. ദിവസങ്ങൾ കടന്നുപോയി. വീണ്ടും കഥ പ്രസന്റിലേക്ക് കാണിക്കുകയാണ്. ആ കലാപഭൂമിയിൽ നടന്ന കാര്യങ്ങളൊന്നും തന്നെ ആരോട് നീ പറയാതിരിക്കുകയാണെങ്കിൽ നിന്നെ ഈ കേസിൽ നിന്നെല്ലാം തന്നെ ഊരിത്തരാമെന്ന് കേശവദാസ് അവനോട് പറയുന്നു. ഡിപ്പാർട്ട്മെന്റിനെതിരെ നടത്തുന്ന ഈ യുദ്ധം നീ അവസാനിപ്പിച്ചെങ്കിലേ പറ്റൂ. എന്നാൽ അവൻ ചിരിച്ചുകൊണ്ട് പറയുന്നത് ആ യുദ്ധം ഞാൻ എപ്പോഴേ ജയിച്ചു കഴിഞ്ഞു എന്നാണ്. ഇവര് പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ ഇവരറിയാതെ തന്നെ ജഡ്ജിയെ നേരിട്ട് കണ്ട് എല്ലാ തെളിവുകളും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ആദിവാസികളുടെ എല്ലാം തന്നെ വീട്ടിൽ പോവുകയും അവരുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്ത് പരാതികൾ ഒപ്പിട്ട് വാങ്ങി. ഡിപ്പാർട്ട്മെന്റ് ശരിക്കും ഒരു ആദിവാസി മാത്രമാണ് മരിച്ചതെന്നാണ് പുറം ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. അത് താമിയായിരുന്നു. ബാക്കി മരിച്ച 4 പേരുടെയും കാര്യങ്ങൾ അവർ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സമരം നടന്നിരുന്ന രാത്രി ആ 4 മൃതദേഹങ്ങളും
എടുത്തുകൊണ്ട് കാടിനുള്ളിലേക്ക് പോയിട്ട് ഒരു വലിയ കുഴി ഉണ്ടാക്കി അതിനുള്ളിൽ മൃതദേഹങ്ങൾ ഇട്ട ശേഷം അത് കത്തിക്കുന്നു. അതിനുശേഷമാണ് ആ കുഴി മൂടുന്നത്. ഇതെല്ലാം അവർ ചെയ്യിപ്പിച്ചതും വർഗീസിനെ കൊണ്ട് തന്നെയാണ്. ഈ കാര്യങ്ങളെല്ലാം അവൻ ജഡ്ജിയോട് തുറന്നു പറയുന്നു. തന്റേത് മുഴുവൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിനും എതിരെയുള്ളൊരു ഒറ്റയാൾ പോരാട്ടമാണ്. എന്നാൽ ആ പോരാട്ടത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ലാന്നും ഞങ്ങളും കൂടെയുണ്ടെന്ന് ആ ജഡ്ജി പറയുന്നു. രഹസ്യമായിട്ട് അന്വേഷണം നടത്താനായിരുന്നു അവരുടെ തീരുമാനം. ഒരു ടീമിനെ രൂപീകരിച്ച് ജഡ്ജിയും സംഘവും ആ കാട്ടിലേക്ക് പോവുകയും വർഗീസ് കാട്ടിക്കൊടുത്ത സ്ഥലത്ത് കുഴിച്ചു നോക്കുകയും ചെയ്യുന്നു. അവൻ പറഞ്ഞ പോലെ അവിടെ നിന്നും അസ്ഥികൂടങ്ങൾ കണ്ടെടുത്തു. അങ്ങനെ അവൻ അവിടെ എത്തിയിട്ട് തിരിച്ചു പോകുന്ന വഴിക്കായിരുന്നു ഈ പോലീസുകാർ അവനെ പിടികൂടിയത്. സത്യങ്ങൾ ഇതിനോടകം ലോകം അറിഞ്ഞിട്ടുണ്ട്. എത്ര കുഴിച്ചുമൂടാൻ ശ്രമിച്ചാലും ആ സത്യങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യുമെന്നും അവൻ കേശവദാസിനോട് പറയുന്നു. അങ്ങനെ സംഭവം മീഡിയയിലെല്ലാം വലിയ ചർച്ചാ വിഷയമാവുകയും കേശവദാസിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അന്ന് ആ സമരഭൂമിയിൽ മരിച്ചു വീണ പോലീസുകാരനായ ബഷീറിനും ബാക്കി 5 ആദിവാസികൾക്കും നീതി ലഭിച്ചിരിക്കുന്നു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.